അഗ്നികോണിൽ നമ്മുടെ കിച്ചൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഭിവൃദ്ധികൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് വശത്ത് വെള്ളം പാടില്ല. വെള്ളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വടക്കിലാണ്. സ്റ്റൗ അഗ്നിയെയും ഫ്രിഡ്ജ് വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. ഇതും മുഖത്തോട് മുഖമായാൽ അത്തരം വീടുകളിൽ കലഹത്തിനുള്ള സാധ്യത കൂടും. ഒരു കാരണവശാലും കിച്ചണിൽ റെഡ് കളേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഓൾറെഡി തന്നെ കിച്ചണിൽ ഫയർ എനർജി ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ റെഡ് കളേഴ്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയർ എനർജി കൂടുകയും അവിടെ അഗ്നിബാധയ്ക്കുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കാനായിട്ട് കിച്ചണ് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ കിച്ചണിനെ പറ്റിയും ആ കിച്ചൺ എവിടെ വരണമെന്നുള്ളതിനും അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിക്കുകൾക്കും ഓരോ പേരുകളുണ്ട്. അത് അഗ്നിക്കോണ്, ഈശാനകോണ്, വായുകോണ്, കന്നിമൂല, അങ്ങനെ 4 മൂലകൾ. അതിൽ അഗ്നിക്കോണിലായിരിക്കണം കിച്ചൺ വരേണ്ടത്. ആ അഗ്നിക്കോണിൽ നമ്മുടെ കിച്ചൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഭിവൃദ്ധികൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. ആ അഗ്നിക്കോണിൽ കിച്ചൺ കൊണ്ടുവരുമ്പോൾ ആ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില സംഗതികളുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു വീടിനെ 9 കളങ്ങളാക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനാണ്. ഇതിൽ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് കിച്ചൺ വരുന്നു എന്ന് കരുതുക. ഇപ്പൊ ഏത് ദിക്കിലാണ് ദർശനമെന്നുണ്ടെങ്കിലും നമുക്ക് അഗ്നികോണിൽ കിച്ചൺ വെക്കുന്നതിൽ തെറ്റില്ല. കിഴക്ക് ദർശനമായ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിച്ചൺ വെക്കുകയാണ്. ആ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആ കിച്ചന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ സിങ്ക് വയ്ക്കുക. ആ കിച്ചന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ സ്റ്റൗ വയ്ക്കുക. ഇത് രണ്ടും കിഴക്ക് നിന്ന് പെരുമാറുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റൗവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സിങ്ക് പാടില്ല. ഭൂരിഭാഗം വീടുകളിലും സിങ്ക് ഈ ഒരു സ്ഥലത്താണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അഗ്നിയും ജലവും മുഖത്തോട് മുഖമാകും. ഇവിടെ കലഹത്തിന് സാധ്യത ഉണ്ടാകും. 2, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് വശത്ത് വെള്ളം പാടില്ല. വെള്ളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വടക്കിലാണ്. അപ്പോൾ വാസ്തുപ്രകാരം വടക്ക് കിഴക്കിൽ നമുക്ക് ചെയ്യാം, ഫെങ്ഷു പ്രകാരം വടക്കിൽ ചെയ്യാം. അപ്പോൾ ഫെങ്ഷുവിൽ വടക്കിലാണ് വെള്ളത്തിന്റെ സ്ഥാനം നിൽക്കുന്നത്, തെക്കിൽ അഗ്നിയാണ്. അതുകൊണ്ട് തെക്കിൽ നമുക്ക് ഫെങ്ഷു പ്രകാരം സിങ്ക് ചെയ്യാൻ പാടില്ല. ചിലര് ഇവിടെ സ്റ്റൗ വെച്ചിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിഡ്ജ് കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റൗ അഗ്നിയെയും ഫ്രിഡ്ജ് വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. ഇതും മുഖത്തോട് മുഖമായാൽ അത്തരം വീടുകളിൽ കലഹത്തിനുള്ള സാധ്യത കൂടും. എവിടെ സ്റ്റൗ ഇരുന്നാലും അല്ലെങ്കിൽ അടുപ്പിരുന്നാലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രിഡ്ജ് പാടില്ല, ഫ്രിഡ്ജും പാടില്ല, സിങ്കും പാടില്ല. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്കൊന്ന് ക്രമീകരിക്കാവുന്നതാണ്. അടുത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു വാതിൽ, കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാതിൽ നമുക്ക് തെക്ക് സൈഡിൽ കൊടുക്കാം. അതായത് ഉച്ചത്തിൽ വരുന്ന രീതിയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് കൊടുക്കാം. ഇനി അടുത്തത് കിച്ചണിലേക്ക് കയറുന്ന ഡോർ എവിടെ കൊടുക്കാം. ഇപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ കിച്ചൺ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കിച്ചന്റെ ഉച്ചത്തിൽ ഡോർ വരത്ത രീതിയിൽ നമുക്ക് ഈ ഒരു സ്ഥലത്താണ് ഡോർ കൊടുക്കേണ്ടത്. അതേസമയം ഇത് എവിടെയാണ് വരുന്നത്? ഈ കിച്ചന്റെ നോർത്ത് വെസ്റ്റിന്റെ വെസ്റ്റിലാണ് ഈ ഡോർ വരുന്നത്. നിങ്ങൾ ഇവിടെയാണ് ഈ ഡോർ കൊടുക്കുന്നതെങ്കിൽ ഇത് വാസ്തുപ്രകാരം തെറ്റാണ്. കാരണം എന്താണ്? അത് ആ കിച്ചന്റെ വടക്കു പടിഞ്ഞാറിന്റെ വടക്കിലാണ് ആ ഡോർ വരുന്നത്. അത് വാസ്തുപ്രകാരം തെറ്റാണ്. വടക്കു പടിഞ്ഞാറിന്റെ പടിഞ്ഞാറിൽ വേണം ആ ഡോറ് വരാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ വെച്ചപ്പോൾ പണിയെല്ലാം കഴിഞ്ഞുപോയി, സ്റ്റൗവും സിങ്കും അടുത്തടുത്താണ് വരുന്നതെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിൽ നടുക്ക് ഭാഗത്തായിട്ട് ഒരു പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്തോ പ്ലാന്റ് വെച്ചാൽ എല്ലാം ശരിയാവോ എന്ന് ചോദിച്ചാൽ അതൊരു എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഫെങ്ഷുവിൽ പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾ സ്റ്റൗ വെച്ചപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എയർ എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇവിടെ സിങ്കും വന്നു. ഈ സിങ്ക് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ്. അപ്പൊ വെള്ളം നേരെ അഗ്നിയിലേക്ക് ചെന്നാൽ അഗ്നി കെട്ടുപോകും. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ലക്കി ബാമ്പു ചെടി വെക്കുന്നു. ലക്കി ബാമ്പു തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു പ്ലാന്റ് വെക്കുന്നു. പ്ലാന്റ് വെക്കുമ്പോൾ ഇവിടുത്തെ സൈക്കിൾ മാറും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ഈ വുഡിലേക്ക് ചെല്ലുകയും ഈ വുഡ് ഈ ഫയറിനെ കത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു തിയറിയിലേക്ക് ഇത് മാറും. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കിച്ചണിൽ റെഡ് കളേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഫെങ്ഷുവിൽ പറയുന്നുണ്ട് റെഡ് എന്ന് പറയുന്നത് ഫയർ എനർജിയാണ്. ഓൾറെഡി തന്നെ കിച്ചണിൽ ഫയർ എനർജി ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ റെഡ് കളേഴ്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയർ എനർജി കൂടുകയും അവിടെ അഗ്നിബാധയ്ക്കുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ പലർക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ റെഡ് പരമാവധി കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് കിച്ചണിൽ വെക്കാതിരിക്കുന്നത് നല്ലതാണ്. ഭക്ഷണം കഴിക്കുന്ന കണക്ക് ഉള്ള കാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ അത് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഫെങ്ഷുയിൽ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഫെങ്ഷുയിൽ ഒരു 5 എലമെന്റ് തിയറിയാണ്. 5 എലമെന്റുകളാണ് ഫെങ്ഷുയെ ബാലൻസ് ചെയ്യുന്നത്, പഞ്ചഭൂതങ്ങൾ. ഒന്ന് എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ ഒരു ദിക്ക് എർത്ത് എനർജി വീക്കായി കഴിഞ്ഞാൽ ആ എർത്ത് എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് പിരമിഡുകൾ ഉപയോഗിക്കാം. എത്രത്തോളം ഇത് അമത്തിസ്റ്റ് എന്ന് പറയുന്ന ഒരു പിരമിഡാണ്. ഈ അമത്തിസ്റ്റിന്റെ പിരമിഡ് നമുക്ക് പ്രോഗ്രാം ചെയ്ത റൂമുകളിൽ വെക്കുന്നത് റൂമിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനും അതിനകത്തൊരു പോസിറ്റീവ് എനർജി തട്ടാനും നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അതേ എർത്ത് എനർജി എൻഹാൻസ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഇതാണെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ബോളുകളാണ്. ഇത് പല സൈസിലുള്ള ബോളുകൾ കിട്ടും. ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിൽ ഹാങ് ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നല്ലതായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾസ് എന്ന് പറയുന്നത് ഈ അരോന മത്സ്യത്തിന്റെ സിമ്പിളാണ്. ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്തിലോ ഡൈനിങ് ഹാളിന്റെ നോർത്തിലോ വെക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാക്കും. സമ്പത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് 3 കാലുകളുള്ള ഒരു തവളയെ വീടിന്റെ പ്രധാന വാതിലിൽ നിന്നും വീടിനുള്ളിലേക്ക് നോക്കി വെക്കാൻ നല്ലൊരു ടൂളായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗ് ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇത് വെക്കാവുന്നതാണ്. ഒരു കാരണവശാലും പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഇതിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളും ഉണ്ടാവും.